RupeeMonkന്റെ സ്റ്റോക്ക് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ സീരീസിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ്. RupeeMonk എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ വീഡിയോകൾ തരുന്ന ചാനലാണ്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂട്ടുകാരുമായിട്ട് വീഡിയോസ് ഷെയർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാധാരണ ഒരു മാർക്കറ്റുമായിട്ട് അതിനെ കമ്പയർ ചെയ്യാം. നമ്മൾ സാധാരണ ഒരു മാർക്കറ്റിൽ നമ്മൾ എന്താ ചെയ്യുക, കടക്കാർ സാധനങ്ങൾ വിൽക്കും, പിന്നെ ആവശ്യമുള്ളവർ വന്ന് വാങ്ങും, അല്ലേ? അപ്പോൾ ഒരു വാങ്ങൽ വിൽക്കൽ പ്രക്രിയയാണ് മാർക്കറ്റിൽ നടക്കുന്നത്. അതേപോലെ തന്നെ കുറേ കമ്പനികളുടെ സ്റ്റോക്കുകളുടെ വാങ്ങലും വിൽപ്പനയും നടക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുക. അപ്പോൾ അവിടെ വിൽക്കപ്പെടുന്നത് കമ്പനികളുടെ ചെറിയ രീതിയിലുള്ള ഉടമസ്ഥാവകാശമാണ്. നമ്മൾ ഒരു സ്റ്റോക്ക് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും നമ്മൾ ആ കമ്പനിയുടെ ഉടമയാണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കമ്പനിയുടെ ഉടമസ്ഥാവകാശം നമ്മൾക്ക് പറ്റുന്നൊരു വിലയ്ക്ക് വാങ്ങുകയും അത് നല്ലൊരു വില കിട്ടി എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് കൈമാറ്റുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയാം. TCS എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഷെയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ TCSൻ്റെ ഒരു ഓണറാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു രീതിയിലുള്ളൊരു ഓണറാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാനിപ്പോൾ 1000 രൂപ എടുത്ത് TCSൻ്റെ ഒരു ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ ചിലപ്പോൾ ഒരു കോടിയിൽ ഒരു ഭാഗം ഉടമസ്ഥാവകാശം എന്തിലുണ്ട്, TCSലുണ്ട് എന്ന് പറയാം. ഒരു കമ്പനിയും തുടങ്ങുന്ന അന്ന് മുതൽ തന്നെ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യില്ല. കമ്പനി ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അത് മറ്റുള്ള ആളുകളുടെ നിന്ന് ഫണ്ടുകൾ കളക്ട് ചെയ്തുകൊണ്ട് അതിന് പകരമായിട്ട് കമ്പനിയുടെ ഉടമസ്ഥാവകാശം കുറച്ച് പേർക്ക് കൊടുത്തുകൊണ്ട് ആ കമ്പനി വളർന്നു വരും. പിന്നെ ഒരു ലെവൽ കഴിഞ്ഞാൽ കുറച്ച് ആളുകളെ കൊണ്ട് കമ്പനിയുടെ വളർച്ചയെ മാനേജ് ചെയ്യിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ വളരണം എന്ന് തോന്നുമ്പോഴാണ് അതിനെ ലിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫർ വഴി ഷെയറിനെ ലിസ്റ്റ് ചെയ്യിക്കുന്നത്. അങ്ങനെ ഷെയറിനെ ലിസ്റ്റ് ചെയ്യിച്ചാൽ എന്താ സംഭവിക്കുക, നമ്മളുടെ കമ്പനിയുടെ മൂല്യത്തിനനുസരിച്ചുള്ള ഒരു വില നമ്മൾ കണ്ടുപിടിക്കും. അതിന് ഒരു നിശ്ചിത എണ്ണം ഷെയറുകൾ പബ്ലിക്കിന് കൊടുക്കാനും അല്ലെങ്കിൽ നിശ്ചിത എണ്ണം ഷെയറുകൾ ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനും തീരുമാനിക്കും. അങ്ങനെ ഒരു വില ഈടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പനിയുടെ വിലക്കനുസരിച്ചുള്ള ഒരു ബഞ്ച് ഓഫ് ഷെയറുകൾ ഉണ്ടാക്കും. ആ ഷെയറുകൾ ലിസ്റ്റ് ചെയ്യുന്നത് അന്ന് മുതൽ വാങ്ങലും വിൽപ്പനയും നടക്കും. അങ്ങനെയാണ് നമ്മളിപ്പോൾ സാധാരണക്കാർ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും തുടങ്ങുന്നത് അന്ന് മുതലാണ്. ഓക്കെ, അങ്ങനെ ലിസ്റ്റ് ചെയ്യാത്ത ഷെയറുകളും നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് കച്ചവടം നടത്താനായിട്ട് പറ്റും. പക്ഷേ അത് നടക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലല്ല, സ്റ്റോക്ക് മാർക്കറ്റിന് പുറത്താണ് അങ്ങനെയുള്ള കച്ചവടങ്ങളെല്ലാം നടക്കുന്നത്. ലിസ്റ്റിംഗ് ഷെയർ മാർക്കറ്റിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഒരു വിലയുണ്ടായിരിക്കും. ആ വിലയിൽ വാങ്ങാനുള്ള ആളുകളും ഉണ്ടായിരിക്കും, ചിലപ്പോൾ ആ വിലയിൽ കൊടുക്കാനുള്ള ആളുകളും ഉണ്ടായിരിക്കും. അവർ ഒരു എഗ്രിമെൻറ്റിലെത്തും, ആ വിലയ്ക്ക് അവർ കൊടുക്കും. അങ്ങനെയാണ് ആ ഒരു ട്രാൻസാക്ഷൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫറിൽ നമ്മളുടെ കമ്പനിയുടെ വാല്യൂവിനനുസരിച്ചുള്ള ഷെയറാണ് നമ്മൾ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഷെയറിൻ്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിലുള്ള ആ ഒരു വില നിശ്ചയിക്കുക എന്ന് വെച്ചാൽ, ആ സമയത്തെ കമ്പനിയുടെ മൂല്യവും ആ സമയത്ത് മൊത്തമുള്ള ഷെയറുകളുടെ എണ്ണവും തമ്മിൽ ഹരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വില കിട്ടും. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 200 കോടി മൂല്യം ഉള്ള ഒരു കമ്പനി, 200 കോടി മൂല്യം അതിൻ്റെ കയ്യിലുള്ള സ്ഥലങ്ങളാവാം, അല്ലെങ്കിൽ അതിൻ്റെ കയ്യിലുള്ള മറ്റുള്ള സ്വത്തുക്കളാവാം, മെഷീനറികളാവാം, അങ്ങനെ എല്ലാം കൂടി 200 കോടി മൂല്യമുണ്ട് എന്ന് കരുതുക. അതിന് നമ്മൾ പറയുകയാണ് അതിനെ ഒരു കോടി ഷെയറുകളാക്കി അതിനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 200 കോടിയെ 1 കോടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 200 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഒരു ഷെയറിന് നമ്മൾ 200 രൂപ വെച്ചായിരിക്കും അതിനെ നമ്മൾ പബ്ലിക്കിന് ഓഫർ ചെയ്യുക. സാധാരണ നിലയ്ക്ക് ആളുകൾ നമ്മളുടെ കമ്പനി നല്ലതാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഈ 200 പകരം ചിലപ്പോൾ ഒരു 300 രൂപയ്ക്ക് ആൾക്കാർ ഇത് മേടിക്കാനായിട്ട് തയ്യാറാവും. അതായത് നമ്മുടെ കമ്പനി മൂല്യമുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയേക്കാൾ കൂടുതൽ എന്തുണ്ടാവും, കൊടുത്ത് അത് വാങ്ങാനുള്ള ആളുകളുണ്ടാവും. അങ്ങനെ 200-ന് നമ്മൾ മേടിച്ചിട്ടുള്ള ആളുകൾ ഈ വില ഇപ്പോൾ 300 രൂപ എന്നുള്ളത് നമുക്ക് പറ്റുന്ന ഒരു വിലയാണെന്നുണ്ടെങ്കിൽ 300 രൂപയ്ക്ക് വിറ്റ് അത് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്ക് വിറ്റ് അങ്ങനെ ട്രാൻസാക്ഷൻ മുന്നോട്ട് പോകും. അങ്ങനെയാണ് ഷെയർ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ചെറിയ രീതിയിലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വരുന്നു. കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് രവർത വാഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. ആ സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും
സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ആസ്ക് RupeeMonk എന്ന് പറയുന്ന സർവീസിനെ കോൺടാക്ട് ചെയ്യാം. അതിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനുകളെല്ലാം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക വഴി നിങ്ങൾക്ക് അതിനുള്ള റെസ്പോൺസ് കിട്ടും. നമ്മുടെ ഇന്നത്തെ അടുത്ത സെക്ഷൻ്റെ പേരാണ് RupeeMonk ടിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലേക്ക്. നിങ്ങൾ സ്റ്റോക്ക് വാങ്ങുന്നത് നല്ല കമ്പനികളുടെ, നല്ല പേരുള്ള കമ്പനികളുടെ സ്റ്റോക്ക് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്പ്. അതായത് നമ്മൾക്ക് കേട്ട് പരിചയമുള്ള കമ്പനികളുടെ സ്റ്റോക്ക് വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗ്ഗം. അല്ലെങ്കിൽ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളുടെ സ്റ്റോക്ക് വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗ്ഗം. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ അത്യാഗ്രഹികളാവരുത് എന്ന് പറയും. അത്യാഗ്രഹികൾ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും കൂടുമെന്ന് വിചാരിച്ച് നിങ്ങൾ ചിലപ്പോൾ നിൽക്കരുത്. അതുപോലെ തന്നെ ഇത് താഴ്ന്നു പോകുമ്പോൾ ഇനി ഇത് ഉയർന്നു വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടിയേക്കാമെന്ന് വിചാരിച്ച് ഒരു അത്യാഗ്രഹം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ മൊത്തം പൈസയും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്യാഗ്രഹം ആകരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ ടിപ്പ്. മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഇമോഷണലായിട്ട് ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ചെയ്യരുത് എന്നാണ്. അതായത് ഒരിക്കലും നമ്മൾ ഇത് നഷ്ടം വന്നല്ലോ, ഇത് ലാഭത്തിലേക്ക് ആക്കണം എന്ന് പറഞ്ഞ് കുറേ എമൗണ്ട് കൂടെ ഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും നഷ്ടത്തിലേക്ക് പോകരുത്. അതുകൊണ്ട് ഒരു സ്റ്റേബിളായിട്ടുള്ള മൈൻഡോട് കൂടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു റിവെഞ്ച് എടുക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇമോഷൻ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ല കാര്യം. ഇപ്പോൾ കാണുന്നത് നമ്മൾ മുൻപ് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെടുത്തി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 2 വീഡിയോകളാണ്. ഈ വീഡിയോകൾ കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യാം.